ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ചെടികളുടെ കളക്ഷൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്ലവറിങ്ങിൻ്റെ പിന്നെ ഇൻഡോറിൻ്റെ ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഈ സൺഡേ മൺഡേ എന്ന് പറയും കേട്ടോ. ഇതിങ്ങനെ പല കളറിലായിട്ട് കണ്ടോ, ഈ വൈറ്റും പിന്നെ ലാവൻഡർ കളറും കൂടി ആയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഈ ചെടി ഇത് കണ്ടോ, ഇതൊക്കെ നിറയെ പൂവിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട്. ഇതിങ്ങനെ രണ്ട് കളറായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫ്ലവറിങ് ഉണ്ടാവുന്നൊരു ചെടി കേട്ടോ. ഫ്ലവറിങ്ങാണ് ഇതിങ്ങനെ ഒരു മുല്ലപ്പൂവിൻ്റെ പോലെ കുറ്റിയായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് കേട്ടോ. അതുണ്ടോ, നിറയെ പൂവുണ്ടാവും ഇതിൽ. ഇതിൻ്റെ ലീഫും നല്ല ഭംഗിയായിട്ട് കാണാൻ ഇതുണ്ട്. നിറയെ മുട്ടുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു റോസാണ് കേട്ടോ. ഇതൊരു നഴ്സറിയിൽ നിന്ന് ഞാൻ ഇതേപോലെ വാങ്ങിയത്. ഇത് കണ്ടോ, മുട്ടൊക്കെ ഉണ്ടാകുന്ന, പിന്നെ നിറയെ പൂവുണ്ടാകുന്ന ഒരു സൈസാണ്. പിന്നെ ഇതൊക്കെ ബോഗൺവില്ല ഞാൻ വിരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ബോഗൺവില്ലേൻ്റെ ഇതാണ്. പിന്നെ ഇത് ഇങ്ങനൊരു ഫ്ലവർ ഉണ്ടാവുന്ന, ഇതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ, ഇങ്ങനത്തെ പല കളറ്. ഇത് വൈറ്റ് കണ്ടോ. പിന്നെ ഇത് റെഡാണ് കേട്ടോ. റെഡ് ഉണ്ടായിട്ടില്ല, പൂക്കൾ വരുന്നേ ഉള്ളൂ. അതിൻ്റെ റെഡാണ് കേട്ടോ. ഇത് പിന്നെ പിങ്കാണ്. ഇതുണ്ട് പിങ്ക്. പിന്നെ അങ്ങനത്തെ ഒരു സൈസാണ് കേട്ടോ. അതിൻ്റെ ഒരു വൈറ്റും പിങ്കും റെഡുമാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. കണ്ടോ, വൈറ്റ്, ഇത് റെഡ്. ഇത് റെഡ് ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അത് പിങ്ക്. പിന്നെ ഇതൊരു റോസാണ് കേട്ടോ. ഈ റോസിൽ നിറയെ കുലകുലയായിട്ട് പൂവുണ്ടാവും. ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയൊരു കമ്പ് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അത് നിറയെ പൂവുണ്ടാവും. പിന്നെ ഇത് അരിപ്പൂവാണ് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഒരു 3 കളറാണ് എൻ്റെ അടുത്തുള്ളത്. വയലറ്റ് അപ്പുറത്തുണ്ട്, ഇങ്ങനെ ഉണ്ടാകുന്നേ ഉള്ളൂ. പിന്നെ റെഡാണ് കേട്ടോ. ഇത് കണ്ടോ, റെഡ് വിരിഞ്ഞ് നിൽക്കുകയാണ്. നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതിങ്ങനെ സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ റെഡും ഇതിൻ്റെ മഞ്ഞയും ഇതിൻ്റെ വൈറ്റുമാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. ഇങ്ങനത്തെ റോസാണ് കേട്ടോ. നല്ലൊരു കളറാണ്. കണ്ടോ, ഇതിൻ്റെ നിറയെ മുട്ട് വന്നിട്ടുണ്ട്. ആ ഒരു കളറാണ് കേട്ടോ റോസ്. ഞാനിങ്ങനെ പിന്നെ കുളവാഴ എന്ന് പറയും കേട്ടോ. വെള്ളത്തിൽ വളർത്തുന്നൊരു ഇതാണ്. അതിലിങ്ങനെ നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ആ ചെടിയാണിത്. ഇത് പിന്നെ വാട്ടർ കേബേജാണ് കേട്ടോ. പിന്നെ വെള്ളത്തിൽ വളർത്തുന്ന തന്നെയാണ്. തരം ചെടി കേട്ടോ. ഇതൊക്കെ ഈ പുഴു വന്നിട്ടേ ഇലയൊക്കെ കടിച്ച് നാശാക്കിയത്. ഈ രോമപ്പുഴു ഉണ്ടല്ലോ, ആ രോമപ്പുഴുവാണ്. കണ്ടോ, ഇതിങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ഫ്ലവർ ഇങ്ങനെ റെഡും വൈറ്റും കൂടെ കണ്ടോ, നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. കണ്ടോ, ഇതിൻ്റെ ഫ്ലവറും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് കുറേ ചെടികളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊരു തരം ചെടിയാണിത് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ളതാണ് കേട്ടോ. താഴെ പിന്നെ വേറെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് വേറെ, അതിൻ്റെ ഒരു മോഡൽ വേറെയാണ് കേട്ടോ. കണ്ടോ, പിന്നെ ഇതിങ്ങനെ കണ്ടോ, ഇത് നല്ല ഭംഗി കേട്ടോ. ഈ ഒരു ഫ്ലവർ ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. നല്ല കൊണ്ടയായിട്ട് ഇങ്ങനെ വരും കേട്ടോ. വേറൊരു നാടനല്ല, നാടൻ്റെ വേറെ മോഡലാണിത് കേട്ടോ. ഇതൊക്കെ ഈ കേട് വന്നിട്ടേ, പുഴുക്കേട് വന്നിട്ട് ഇലയൊക്കെ കഴിച്ച്
അങ്ങനെ ഇപ്പം ഇതിലൊക്കെ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മോഡലാണേ. ചെട്ടിയാണ് കേട്ടോ. അതുകൊണ്ടോ അതിൻ്റെ ഓറഞ്ച് ഉണ്ട്, അതിൽ നിറയെ മുട്ട ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതാണ് ഓറഞ്ച്, അത് മുട്ട ഉണ്ടായി വരുന്നേ ഉള്ളൂ. തക്കാളി, വഴുതന അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്, പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പരത്തിയാണ് കേട്ടോ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ കളറ് യെല്ലോയിൽ ഇങ്ങനെ റെഡ് ഇതായിട്ട്, റെഡും പിങ്കും കൂടെ ആയിട്ട് നല്ല ഭംഗി കേട്ടോ. അങ്ങനത്തെ ഒരു സൈസ് ചെമ്പരത്തിയാണ് കേട്ടോ. അതിൻ്റെ 4 കളറുണ്ട് എൻ്റെ അടുത്ത് കേട്ടോ. പിന്നെ ഒരു കളർ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ക്രീമിൽ റെഡായിട്ട് കേട്ടോ. നല്ല സൂപ്പർ കളറാണ്. ഉണ്ടോ, അതിൻ്റെ മോഡൽ തന്നെ ക്രീമിൽ. പിന്നെ ഒരു റെഡാണ് കേട്ടോ, ഇങ്ങനത്തെ റെഡ്. അതൊരു വലുത് വേറൊരു മോഡലാണ്. പിന്നെ ഇത് വേറൊരു തരാണ് കേട്ടോ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ റെഡും വേറൊരു കളറാണ്. അത് നോക്കിയിട്ട് പൂവുണ്ടാകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. കുറേ ചെടികൾ ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു സൈസ് ചെടിയാണ് കേട്ടോ. പിന്നെ ഇതിനൊക്കെ എന്താ പേര്, ഇത് റെഡ് മഞ്ഞ കളറാവും കേട്ടോ. അതിൻ്റെ ഒരു വയലറ്റും ഇതും കൂടെ ഒക്കെ ചേർന്നൊരു എന്താണ് 2 തരം കളറായിട്ടുള്ളതാട്ടോ. അടിപൊളി കണ്ടില്ലേ. ഇതിങ്ങനെ മറ്റേതാ കളറ്. ഇതിൻ്റെ ലീഫ് നോക്കി നോക്കൂ, നല്ലൊരു ഭംഗിയുള്ള കളറാണ്. ഇത് വെള്ളത്തിൽ വളർത്തുന്ന നല്ലൊരു ബ്രൗൺ കളറായിട്ടാണ് ഇത് വരിക കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഫ്രൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കണ്ടോ, ഞാൻ ഇങ്ങനെ പടർത്തി ടെറസിൻ്റെ മുകളിൽ കയറ്റി കൊടുത്താൽ കേട്ടോ. കണ്ടോ, ഒക്കെ കായ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കോവലും പാഷൻ ഫ്രൂട്ടും ആണേ. കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ നിരത്തി കണ്ടോ, ഇവിടെയൊക്കെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുകയാണ് കേട്ടോ. കണ്ടോ, ടെറസിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട് ഉണ്ടല്ലേ. ഇതാണ് എൻ്റെ ടെറസിൻ്റെ മുകളിലത്തെ കോവലും പാഷൻ ഫ്രൂട്ടും ആണേ. ഇത് വിത്ത് പാവിയതാണ് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഇവിടെ പാവി വെച്ചിട്ടുണ്ട്. പച്ചക്കറി വിത്തൊക്കെ നടാനുള്ളതാണ് കേട്ടോ. കണ്ടോ, ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ നിറഞ്ഞ് വരുമ്പോൾ നല്ല കാണാൻ നല്ല ഭംഗി. ഇതെല്ലാം ഫ്ലവർ ഇട്ടതിന് ശേഷം കാണിച്ചു തരട്ടെ. ഈ ബോഗൺവില്ലയൊക്കെ നല്ല ഫ്ലവർ ഇട്ടതിന് ശേഷം നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. ഒരു ചെടി നല്ല ഭംഗി, ഇതിങ്ങനെ നിറഞ്ഞ് നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ. എന്നിട്ട് അതുണ്ടായി വരുന്നുണ്ട്. അതിൻ്റെ താഴത്തുണ്ട് ഇഷ്ടമാതിരി കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ഈ ടെറസിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചെടികൾ മുകളിൽ നിന്ന് താഴോട്ട് കുറച്ചേ കാണുള്ളൂ. അതിൻ്റെ ഭംഗിയൊന്ന് കാണിച്ചു തരേ. ഹലോ, ഉണ്ട്. ഈ ഒരു പൂവ് കണ്ടില്ലേ, ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. ഇങ്ങനെ പടർത്തി കൊടുക്കാൻ പറ്റിയ കൊലകൊലയായിട്ട് പൂവുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ശരിക്കും കാണുന്നുണ്ടോ എന്നറിയില്ല, കളറ് നല്ല ഭംഗിയാനായിട്ട് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. കണ്ടോ, സൂപ്പർ ചെടിയാണ് കേട്ടോ. കണ്ടോ, പിന്നെ ഇതൊക്കെ കണ്ടോ, റെഡ് കണ്ടോ. പിന്നെ ഇതൊരു ചെടിയാണ് കേട്ടോ. കണ്ടോ, ഇത് നല്ല റെഡ് മഞ്ഞയും ഗ്രീനും ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇത് പിന്നെ വേറൊരു തരം ചെടിയാണ് കേട്ടോ. അതുപോലെ ഇതൊരു ഫ്ലവർ ഉണ്ടാകുന്ന കണ്ടോ, നല്ല ഭംഗിയിൽ ഈ ഫ്ലവർ ഉണ്ടാകുന്ന ചെടിയാണ് കേട്ടോ. ഇതും അങ്ങനത്തെ ഒരു ഫ്ലവറാണ് കണ്ടോ. ഇതിൽ നിറയെ കൊലകൊലയായിട്ടുണ്ടാവും കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ കേട്ടോ ഈ ഫ്ലവറും. ഇത് കണ്ടോ,
ഇതൊരു കല്യാണ സൗഗന്ധികം, ഭയങ്കര സ്മെല്ലാട്ടോ ഇത് കണ്ടോ, നല്ല സ്മെല്ലായിട്ട് അങ്ങനത്തെ ഒരു ഫ്ലവറാണിത് കേട്ടോ. ഇത് നിറയെ ഇങ്ങനെ ഉണ്ടാവും, നമ്മളെ വീടിൻ്റെ അകത്തേക്കൊക്കെ നല്ല സ്മെല്ലായിട്ട് ഇത് ഇങ്ങനെ വരും കേട്ടോ. ആ ഫ്ലവറിങ് ആണിത്. പിന്നെ ഇതൊരു വേറൊരു ഫ്ലവറാണ് കണ്ടോ, ഒരു മുസാണ്ടൻ്റെയൊക്കെ വേറൊരു മോഡലാണ് തോന്നുന്നുണ്ട്. കുറേ ചെടിയൊന്നും എനിക്ക് അറിയൂല കേട്ടോ. അതാണ് ഈ ചെടി, അതിൻ്റെ ഫ്ലവറാണ് ഇത്. ഫ്ലവറല്ല, ലീഫ് പോലെ ആയിട്ട് ഈ റെഡ് ലീഫ് മോഡലാണ് വരിക കേട്ടോ. ഇങ്ങനത്തെ ഈ ചെടിയുണ്ട് ഇവിടെ കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ചെറിയ പൂക്കളായിട്ട് നല്ല ഭംഗിയാട്ടോ കാണാൻ, നല്ല അടിപൊളി. നല്ല ഇത് നിറയെ ഇങ്ങനെ ഉണ്ടായി നിൽക്കാൻ കാണുമ്പോൾ നല്ല സൂപ്പർ കേട്ടോ. ഈ ഫ്ലവർ മേലെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി. അതാണ് ഈ ഫ്ലവർ കേട്ടോ. തെച്ചിയാണ് ഇത് കേട്ടോ, നല്ല റെഡ് തെച്ചിയാണ്. ഇതൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുന്നു, അവിടെയൊക്കെ ഉണ്ട് നിറയെ കേട്ടോ. പിന്നെ എൻ്റെ അഗ്ലോണിമൻ്റെ വലിയ വലിയ മദർ പ്ലാന്റ് ആണ് ഇതൊക്കെ കേട്ടോ. കണ്ടോ, ബുഷായിട്ട്. വേറൊരു സൈസ് ഫ്ലവറാണ് ഇത് കേട്ടോ. ഇതൊരു ബിഗോണിയ എന്ന് തോന്നുന്നുണ്ട്, ബിഗോണിയൻ്റെ ഒരു ടൈപ്പ് ഫ്ലവറാട്ടോ. അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് ഈ ഫ്ലവർ കേട്ടോ. ഇതിൻ്റെ ലീഫ് ഇങ്ങനെ കണ്ടോ. പിന്നെ ഇങ്ങനത്തെ പല കളറും ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വിരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഈ മഴയായിട്ടേ ഇപ്പോൾ ഉള്ളത് ഞാൻ അങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹോയ ചെടിയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, 2 കളറുണ്ട് കേട്ടോ. ഹോയയാണ് ഇതിങ്ങനെ, ഇതിൻ്റെ വള്ളിയിലാണ് പൂവുണ്ടാവുക കേട്ടോ. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേക ഭംഗിയാണ്. ഒരു ലില്ലി എന്നാണ് തോന്നുന്നുണ്ട് പേര്. ഇതിങ്ങനെ നിറയെ ഉണ്ടാവും കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ ചെടി തന്നെ, അതിൻ്റെ ലീഫും നല്ല ഭംഗിയാണ്, ഇതിൻ്റെ പൂവ് നിറയെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ഫ്ലവറാണിത് കേട്ടോ. എൻ്റെ ഒരു ഓർക്കിഡാണ് കേട്ടോ. പലതരം ഓർക്കിഡ് ഉണ്ട്. ഇതൊക്കെ പൂവ് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇതൊക്കെ നിറയെ മുട്ടുണ്ടായി നിൽക്കുകയാണ്. ഇതൊക്കെ ഓർക്കിഡുകളാണ്. അതൊക്കെ വിരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അഡീനിയൻ്റെ കളക്ഷനാണ് കേട്ടോ. അതൊക്കെ അഡീനിയാണ് കേട്ടോ. അഡീനിയ ഇതൊക്കെ വെയിലത്തുനിന്ന് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. ഇതൊക്കെ അഡീനിയാണ്. അതൊക്കെ ഞാൻ വെയിലത്തുനിന്ന് നല്ല ഫ്ലവർ ഉണ്ടായതിനു ശേഷം കാണിച്ചു തരാം. എൻ്റെ അഗ്ലോണിമ കളക്ഷനാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇങ്ങനൊരു നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ലീഫൊക്കെ നോക്കിയൊക്കെ, ഇതിൻ്റെ റെഡായിട്ട് ലീഫിൻ്റെ നടുക്ക് ഇങ്ങനത്തെ ഒരു അഗ്ലോണിമ. പിന്നെ കണ്ടോ, ഇങ്ങനെ ഒരു അഗ്ലോണിമ ഉണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി, നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ കേട്ടോ. ഇതിൻ്റെ ലീഫിന് തിളക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, അത് കുറച്ചെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ഈ ലീഫൊക്കെ ഒന്ന് തുടച്ച് കൊടുത്താൽ നല്ല തിളങ്ങും കേട്ടോ. പിന്നെ ഒരു വേറൊരു ടൈപ്പ് അഗ്ലോണിമയാണ് ഇത് കേട്ടോ. ഇത് ഡാർക്ക് ഗ്രീനിലൊരു പിങ്ക് ഷെയ്ഡായിട്ട് കണ്ടോ, നല്ല ഭംഗിയിലാണ്. പിന്നെ ഒരു വേറെ ടൈപ്പ് അഗ്ലോണിമയാണ് ഇത് കേട്ടോ. ഇത് കണ്ടാൽ നമുക്ക് ഒരുപോലെ തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫിന് പല വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊരു വേറെ തരം, അതിൻ്റെ ഒരു വേറെ തരമാണ് ഇത് കേട്ടോ. ഇത് കണ്ടോ, ആ ലീഫും ഈ ലീഫും വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടോ, ഇതും നല്ല ഭംഗിയിലാണ്. പിന്നെ വേറെ ടൈപ്പ് അഗ്ലോണിമയാണ് ഇത് കേട്ടോ. ഇത് ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല, എനിക്ക് അറിയാത്തവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് വേറൊരു തരം. പിന്നെ അതിൻ്റെ വേറൊരു തരം അഗ്ലോണിമയാണ് ഇത് കേട്ടോ. കണ്ടോ, പിന്നെ ഇത് റെഡ് ലിപ്സ്റ്റിക് എന്നാണ് ഇതിൻ്റെ പേര്, എനിക്കറിയാം കേട്ടോ. അങ്ങനെ വേറെ ടൈപ്പ് ചെടിയാണ് കേട്ടോ. ഇത് അഗ്ലോണിമയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ നിറയെ ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറെ ടൈപ്പ്, ഇത് നിറയെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ കണ്ടോ,
നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു സൈസ് ചെടിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇങ്ങനെ ഈ പോട്ടിലിങ്ങനെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയിലെ കാണാൻ ഉണ്ടോ. പിന്നെ ഇതൊരു വേറൊരു തരം ചെടിയാണ് കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഈ പോട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പോട്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ചെടി കേട്ടോ, നല്ല ഭംഗിയാണ് അതും കാണാനേ കണ്ടോ. പിന്നെ ഇങ്ങനെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇതിങ്ങനെ നമ്മളെ കിണറിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ വളരുമല്ലോ, അതിൻ്റെ ഒരു വേറെ മോഡലാന്ന് മാത്രം കേട്ടോ. അങ്ങനത്തെ ചെടിയാണിത് കേട്ടോ. പിന്നെ ബോൾസം ചെടിയാണ് കേട്ടോ. അതിൽ നിറയെ പൂവുണ്ടായിരുന്നു. ഇതിനൊക്കെ ഈ രോമപ്പുഴു വന്നിട്ടേ ഇപ്പോൾ പോയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ എന്താ, അപ്പോൾ ഇവിടുന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്ന കേട്ടോ. ചിരട്ടകളിലും ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ. ഇതൊക്കെ ഇനി മഴ പോകണം നല്ല ഭംഗിയിൽ കണ്ടോ. ഈ കൊക്ക് അതിൻ്റെ അടിയിൽ കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ കണ്ടോ. കൊക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാനൊരു പൊട്ടിയ ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അതിലിങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു കൊക്കാണ് കേട്ടോ. അതിൻ്റെ കൊക്കിൻ്റെ കഴുത്തൊക്കെ പൊട്ടിയിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഒരു പൈപ്പിൻ്റെ കുഴലൊക്കെ വെച്ച് റെഡിയാക്കി സെറ്റ് ചെയ്താൽ കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടമാതിരി. ഒരു ചെടിയുണ്ട് കേട്ടോ, ഇതല്ല. പിന്നെ ഇതൊരു ടൈപ്പ് അഗ്ലോണിമയാണ് കേട്ടോ. ഇതൊക്കെ രോമപ്പുഴു കഴിച്ചതാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് അതിൻ്റെ ലീഫ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇങ്ങനത്തെ ഒരു ചെടി. പിന്നെ ഈ ഒരു സൈസ് ചെടിയുണ്ട് കേട്ടോ, കലാത്തിയാണ് തോന്നുന്നുണ്ട്, കലാത്തിയ അതുണ്ട്. പിന്നെ ഇതൊരു വേറെ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതിൻ്റെ ലീഫ്, അങ്ങനത്തെ ഒരു ചെടി. പിന്നെ ഇത് കണ്ടോ, ഇതും കലാത്തിയാണ് കേട്ടോ, അങ്ങനത്തെ ഒരു ചെടി. പിന്നെ ഇത് വേറെ ടൈപ്പ് അഗ്ലോണിമയാണ് തോന്നുന്നത്. അവിടെ വേറെ നിറയെ ഉണ്ട് കേട്ടോ ലീഫായിട്ട്. പിന്നെ ഇത് വേറെ ടൈപ്പ് ചെടിയാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ചെടിയാണ്. ഇത് ഒരു പാമ്പിൻ്റെയൊക്കെ തോല് പോലെ തോന്നും ചിലപ്പോൾ അല്ലേ, കണ്ടു കഴിഞ്ഞാൽ. നല്ല റേറ്റ് കേട്ടോ ഈ ചെടിക്ക്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതൊരു പിങ്ക് കളറ് ഉണ്ടോ, റെഡ് പൂവായിട്ട് അങ്ങനത്തെ ഒരു ചെടിയാണിത് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ വളർത്തിയിരിക്കുക. പിന്നെ ഇതൊക്കെ മണി പ്ലാന്റ് കേട്ടോ, മണി പ്ലാന്റ് കണ്ടോ. പിന്നെ ഇത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ, ബട്ടർഫ്ലൈൻ്റെ ചെടി. ഇത് വേറൊരു തരം മണി പ്ലാന്റ് കേട്ടോ കണ്ടോ. അവിടെ മണി പ്ലാന്റ്. പിന്നെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഇതൊരു ടൈപ്പ് അഗ്ലോണിമന്നെ തോന്നുന്നത് കണ്ടോ. അതിങ്ങനെ നിറയെ ഒരേപോലത്തെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഇവിടേക്ക് ഞാനിങ്ങനെ കണ്ടോ, ഇങ്ങനെ വടിയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഞാൻ കുറേ വെട്ടി നിർത്തിയിരിക്കുക. പുഷായി വരുമ്പോൾ നല്ല ഭംഗി കേട്ടോ. ഇതിൻ്റെയൊക്കെ ലീഫ് കണ്ടോ, ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല പ്രത്യേക ഭംഗിയല്ലേ. പിന്നെ ഇതൊരു ടൈപ്പ് മണി പ്ലാന്റ് കേട്ടോ. പിന്നെ ഇതൊരു സൈസ് നല്ല ഭംഗിയുള്ളൊരു ലീഫ് ഇലയാണ് ഉണ്ടോ. ഇതൊക്കെ നല്ല ഭംഗി. അപ്പോൾ അവിടെ അങ്ങനെ. പിന്നെ ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഇത് കണ്ട്, ഇതൊരു തരം ചെടി കേട്ടോ. അത് അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ഇങ്ങനെ. പിന്നെ ഇതൊക്കെ കണ്ടോ, പിന്നെ ഇതൊരു സൈസ് ബിഗോണി കേട്ടോ. ഒക്കെ ഈ രോമപ്പുഴു കഴിച്ചിട്ട് ഇങ്ങനെ ആയിട്ട് നിൽക്കുകയാണ്. നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ലീഫ്. പിന്നെ ഇത് ഇങ്ങനൊരു ബിഗോണിയ കണ്ടോ. ഇത് വേറൊരു തരം ബിഗോണിയാണ് കേട്ടോ കണ്ടോ. ഇതിൻ്റെ ഫ്ലവർ എനിക്കൊക്കെ കണ്ടോ, ഒക്കെ ഇങ്ങനെ ഞാൻ നിറയെ നട്ടിരിക്കുക. പിന്നെ ഇതൊരു വേറെ ടൈപ്പ് ബിഗോണിയാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ പ്ലാന്റും ഉണ്ട്. പിന്നെ ഇത് ഞാനിങ്ങനെ ഒരു പടിയിൽ ചിരട്ടയിൽ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ കണ്ടോ, ചിരട്ടയിൽ ചെയ്ത് കൊടുത്തിരിക്കുക.
പിന്നെ ഇങ്ങനൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ, കണ്ടോ. ഇതൊന്നും നമുക്ക് അറിയൂല ഇതിൻ്റെ, കണ്ടോ. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ലീഫായിട്ട്, ഇതിൻ്റെയൊക്കെ പേരെന്താ അറിയില്ല, അതിങ്ങനെ അങ്ങനത്തെ ഒരു ലീഫുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഞാനിങ്ങനെ അരേലിയ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക കേട്ടോ, കണ്ടോ. നിറയെ ചുറ്റും ഒരു തൂണാണിത്, ആ തൂണിന് ചുറ്റും ഇങ്ങനെ അരേലിയ വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ. ഇതിൻ്റെ താഴെയുണ്ട് മുകളിലുണ്ട് അരേലിയ, ഉണ്ടോ. പിന്നെ ഇതൊരു ഇൻഡോർ ചെടിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് ഇതിൻ്റെ കാണാൻ, കണ്ടോ. ഇത് വേറെ ടൈപ്പ് ലില്ലിയാണ് കേട്ടോ. പിന്നെ ഇത് റെഡ് കളറായിട്ടുള്ള ഇതാണ് കേട്ടോ, വലുതായി നിൽക്കുന്നൊരു മരം പോലത്തെ. പിന്നെ ഇതൊരു വേറെ സൈസ്, പിന്നെ ഇതൊരു വേറെ തരം കേട്ടോ, നല്ല ഭംഗിയുള്ള വേറെ ഒരു ചെടിയാണ്. അഗ്ലോണിമ എന്ന് പറഞ്ഞ കേട്ടോ, നിറയെ നിൽക്കുന്നത്. ഇതൊരു വേറെ ടൈപ്പ് അഗ്ലോണിമയാണ് കേട്ടോ. അതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫും കണ്ടില്ലേ, അതിന് ബോർഡർ ഉണ്ട്. ഇതൊരു പ്ലെയിൻ കളറ്. പിന്നെ ഇതൊരു വേറെ തരം ചെടിയാണ് കേട്ടോ. ഇത് ഇങ്ങനെ മഞ്ഞ കളറാവും വെയിൽ കൊണ്ടാൽ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വേറെ ലീഫുള്ള ചെടി എന്ന് പറഞ്ഞത് കേട്ടോ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഇതിൻ്റെ ഞാൻ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ലേ. അഗ്ലോണിമ ബുഷായിട്ട് ഇവിടെ നിറയെ വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ ഇതൊരു വേറെ തരം ചെടിയാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ഒരു വേറൊരു ചെടിയാണ് ഇത്. കുറേ ചെടിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കണ്ടോ. ഇതിൻ്റെ വേറെ തരം ചെടിയാണ്, എടുക്കാത്ത കുറേ ചെടികളുണ്ട് കേട്ടോ. പിന്നെ ഇതുണ്ടോ, ഇങ്ങനെ ഇത് രണ്ടും രണ്ട് തരം കേട്ടോ, കണ്ടോ. ഇത് വേറെ തരം, പക്ഷെ പെട്ടെന്ന് കണ്ടാൽ ഒരുപോലെ തോന്നും കേട്ടോ, അല്ലേ. അങ്ങനെ രണ്ട് തരമായിട്ടാണിത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു കളർ ലീഫ്, ഇതൊരു കളർ ലീഫ്. പിന്നെ ഇത് കണ്ടോ, ഇത് വേറൊരു മോഡലാട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ വേറൊരു ചെടിയാണിത് കേട്ടോ, ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, അങ്ങനെ അങ്ങനത്തെ ഒരു ലീഫായിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു ഫ്ലവറിങ് ബിഗോണിയാണോ തോന്നുന്നു കേട്ടോ, അങ്ങനത്തെ ബിഗോണിയാണ് അത് കേട്ടോ. പിന്നെ ഇതൊക്കെ ആന്തൂറിയൻ കളക്ഷൻ കേട്ടോ, കണ്ടോ. ഇവിടെ കാന്തൂറി അതൊക്കെ ഞാൻ ലീഫ് വെട്ടിക്കൊടുത്ത കേട്ടോ. പിന്നെ ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്, ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ ഒരു പൂവുണ്ടാവും, പിങ്ക് കളറാണ് കേട്ടോ, പല കളറുണ്ട്. പിന്നെ ഇതിങ്ങനെ വേറൊരു തരം ചെടിയാണ്. പിന്നെ ഇത് വേറൊരു ടൈപ്പ് അഗ്ലോണിമ തന്നെ തോന്നുന്നു കേട്ടോ, കണ്ടോ. കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ അഗ്ലോണിമ, പലതരം. വേറൊരു ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നതിൻ്റെ വേറെ. ഇതിൽ റോസ് കളറാണ് കേട്ടോ ഉണ്ടാവുക, പിങ്ക് കളർ ഇതാട്ടോ. ആ പിങ്ക് ഞാൻ അവിടെ റെഡല്ലേ കാണിച്ച്, അതിൽ ഇത് ഇങ്ങനെ പിങ്ക് കളറായിട്ടുണ്ടാവും കേട്ടോ അത്. പിന്നെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ, ഇതൊക്കെ ഞാനിവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിങ്ങനത്തെ ചെടി എല്ലാവർക്കും അറിയില്ല. പിന്നെ ഇതിങ്ങനെ വേറെ പ്ലാന്റാ, അങ്ങനത്തെ കളർ. പിന്നെ ഇതൊരു ഇങ്ങനെ നല്ല ഭംഗിയിൽ വളരുന്ന ചെടിയാണ് കേട്ടോ. ഇങ്ങനെ ഇനി പഴയ ട്യൂബൊന്നും കളയൂല കേട്ടോ, അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ചൂടിക്കയറൊക്കെ ഇട്ട് അതുമ്മലേക്ക് കയറിക്കോളൂ കേട്ടോ. ഇനി ഇതൊരു ഇൻഡോർ പ്ലാന്റാണ് കേട്ടോ, അവിടെ ഉണ്ട് വലുത്, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതാണിത് കേട്ടോ. പിന്നെ ഇതൊരു വേറെ തരം ചെടിയാണ് കേട്ടോ, കണ്ടോ. ലീഫ് നോക്കിതിൻ്റെ. പിന്നെ കണ്ടോ, നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ, അങ്ങനത്തെ ഒരു ചെടിയാണിത് കേട്ടോ. ഇത് കണ്ടോ, ഇത് വേറെ ഒരു കുഴലില്ല കേട്ടോ ഞാൻ നട്ടിരിക്കുന്നത്, ഒരു വേസ്റ്റായി കിടന്നൊരു കുഴൽ. പിന്നെ ഇതൊരു വേറെ തരം ചെടിയാണ്, പിന്നെ ഇതൊരു വേറൊരു കണ്ടോ, വേറൊരു കളറാണ് കേട്ടോ, നല്ല ഭംഗിയില്ല കണ്ടോ, ഞാൻ അവിടെ വെച്ചിരുന്ന ഭംഗി. പിന്നെ ഇത് കണ്ടോ, ഇതൊരു സൈസ് നന്ദിയാർ വട്ടാട്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്ലവർ നോക്കി നോക്ക്, കണ്ടോ. അതാണിത് കേട്ടോ, നല്ല അതിൻ്റെ ലീഫും ഇപ്പോൾ മഴ ആയതുകൊണ്ട് നിറയെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗി. പിന്നെ മെലസ്റ്റോമയാണ് അത് കേട്ടോ, അത് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല, അത് നിറയെ ഉണ്ടാവും കേട്ടോ, വയലറ്റ് മെലസ്റ്റോമ കണ്ടോ.
നിറയെ മുട്ടാണ് കേട്ടോ. അതിങ്ങനെ വിരിഞ്ഞതിന് ശേഷം എടുക്കേണ്ടത് നല്ല ഭംഗിയാണ് കേട്ടോ. അവിടെ വയലറ്റ് മെലസ്റ്റോമയാണത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നിറയെ മുട്ടുണ്ട് അതിൽ. റോസ് തെച്ചിയാണ് കേട്ടോ. നിറയെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതൊക്കെ ഉണ്ടായതിനു ശേഷം കാണിച്ചു തരാം. അതുപോലെ വേറൊരു ലീഫാണിത് കണ്ടോ. അതിൻ്റെ വേറെ ഒരു ചെടിയാണിത് കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ, റൗണ്ട് ഇങ്ങനെ ഷേപ്പിൽ നല്ല ഭംഗിയല്ലേ കാണാൻ. ഇങ്ങനെ ഒരു ചെടിയാണത് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനൊരു ചെടി ഞാൻ അവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറേ കാണിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ റെഡ് പിന്നെ പിങ്ക് അങ്ങനത്തെ ഒക്കെ തെച്ചികളാണ് കേട്ടോ. പിന്നെ ഇതൊരു കളർ ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. വെയിൽ വരണം. പിന്നെ ഇത് ഒരു ഫ്ലവർ കണ്ടോ. ഇതൊക്കെ ഞാൻ ബുഷായിട്ട് വെട്ടിയപ്പോൾ കണ്ടോ. ഇതാണ് അവിടെ അറിയാം റെഡ് കാണിച്ചു തന്നില്ലേ, പിങ്കും വൈറ്റും കാണിച്ചു തന്നില്ലേ, അതിൻ്റെ റെഡാണിത് കേട്ടോ. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ ഇപ്പോൾ കമ്പ് നട്ടതിന് ശേഷം വരുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കറ്റാർവാഴയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഹൈഡ്രേഞ്ചിയാണ് കേട്ടോ. ഇത് ബ്ലൂ ഹൈഡ്രേഞ്ചിയാണ് കണ്ടോ. പിന്നെ ഇതൊരു മണി പ്ലാന്റ്. ഞാൻ അങ്ങനെ റൗണ്ടിൽ റോസിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെയും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഫ്ലവറിങ് ആയിട്ട് കണ്ടോ. നല്ല ഭംഗിയിലാണ് ഫ്ലവർ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ചെടിയാണ് കേട്ടോ. ഇതുണ്ട്. ഇതിൽ നിറയെ മുട്ടൊക്കെ വരുന്നുണ്ട്. ഇത് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇതുപോലെ ഇങ്ങനെ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ കണ്ടില്ലേ, ഇതൊരു ഫ്ലവറിങ് വള്ളി ഇങ്ങനെ പടർത്തി കൊടുത്ത ചെടിയാണ് കേട്ടോ. ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ഈ യെല്ലോ കളറ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. ഇതും ഒരു വള്ളിയിൽ ഇങ്ങനെ പടരുന്ന പിന്നെ നിറയെ വയലറ്റ് പൂക്കളുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് ആ ഫ്ലവർ കാണാൻ. ഫ്ലവർ ചിലപ്പോൾ പുറത്തുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. കുറേ ചെടികളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ കാണിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ വയലറ്റ് പൂ കൊഴിഞ്ഞു പോയതാണ്. ഇതിൻ്റെ മുട്ടാണിത് കണ്ടില്ലേ. ഞാൻ പറഞ്ഞില്ലേ പടർത്തുന്ന നല്ല ഭംഗി. ഇതിപ്പോൾ കൊഴിഞ്ഞത് കേട്ടോ. നിറയെ ഉണ്ട്. ഇതിങ്ങനെ നിറയെ ഉണ്ടാവും. നല്ല ഭംഗി കേട്ടോ. ഇതൊക്കെ കണ്ടോ. പിന്നെ ഞാനിങ്ങനെ മതിലുമ്മ ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ ഞാൻ പിന്നെ ഉണ്ടോ മെലസ്റ്റോമ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. അത് നിറയെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ. നിറയെ മുട്ടുണ്ട് കേട്ടോ. അതിൽ കാണാൻ എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു പടർത്തുന്ന വേറൊരു കളറ് ഗ്രീനിൽ പിങ്ക് പൂവായിട്ടുള്ളതാണ് ഇത് കേട്ടോ. കാരണം ഗ്രീനിൽ റെഡായിട്ടുള്ളത് കണ്ടോ. റെഡായിട്ടുള്ളതുകൊണ്ട് പിങ്ക് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മതിലിൽ മേൽത്തേട്ടോ. ഇങ്ങനെ കണ്ടോ. ഇത് കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ കണ്ടോ. ഇതൊക്കെ ചെടികളാണ്. ഇതൊക്കെ വേനലാവുമ്പോഴേ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ
ഇപ്പോൾ അതാണ് ബോഗൺവില്ലൊക്കെ ഞാൻ കയറ്റി വെച്ചിരിക്കുക. ഒക്കെ പൂവുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ, അടിപൊളിയായിട്ടുണ്ടാവും. മണി പ്ലാന്റ് ഇങ്ങനെ കയറ്റിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറേ ചെടികൾ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ് പ്രത്യേകം വേണം കേട്ടോ. അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.